അത്ഭുതങ്ങൾ പിറക്കുന്നത് എങ്ങനെ എന്നൊരു ചോദ്യം, അല്ലെങ്കിൽ ഓരോ എന്തെങ്കിലും മഹത്വമായിരുന്ന ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് സൃഷ്ടിച്ചത്, അതിൻ്റെ പ്രചോദനം എന്തായിരുന്നു, ആശയം എന്തായിരുന്നു, ആദ്യത്തെ ആ ഒരു ചെറിയ സ്റ്റെപ്പ് എന്തായിരുന്നു, മുന്നോട്ട് പോയപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ എന്തായിരുന്നു, ഇങ്ങനെയൊക്കെ ചോദിക്കുക, അന്വേഷിക്കുക, ഇതൊക്കെ എൻ്റെ ഒരു ഹോബിയാണെന്ന് തന്നെ പറയാം. ഇത്തരം കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ എഴുത്തുകാരെ കണ്ടാൽ അവരുടെ ഏറ്റവും മികച്ച രചനകളെക്കുറിച്ച് മികച്ചതല്ലാത്തതായി അവർ കണക്കാക്കപ്പെടുന്നതാണെങ്കിൽ പോലും ഇതെങ്ങനെയാണ്, എനിക്ക് തോന്നുന്നു എല്ലാ എഴുത്തുകാർക്കും തന്നെ അറിയാം എൻ്റെ ഈ ഒരു പ്രവണതയെക്കുറിച്ച്. ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക ചിലപ്പോൾ അവർക്ക് ബോറടിക്കുന്നത് വരെ. അതേപോലെ ഒരു ബിസിനസ്സുകാരാണെങ്കിൽ ആ ബിസിനസ്സിൽ തുടങ്ങിയതിനെക്കുറിച്ച്, അതിൻ്റെ മുന്നോട്ട് ഇങ്ങനെ എനിക്ക് തോന്നുന്നു പ്രൊഫൈൽ റൈറ്റിങ്ങിൽ എനിക്ക് ഒരുപാട് എഴുതാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഔദ്യോഗിക കാലഘട്ടത്തിൽ ഒരുപാട് എഴുതാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു പ്രവണത കൊണ്ടും ഇതൊരു ഹോബി പോലെ തുടരുന്നത് കൊണ്ടുമായിരിക്കും. അപ്പോൾ ഇപ്പം ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, സ്ക്വയറിങ് ദ സർക്കിൾ എന്നുള്ള APJ അബ്ദുൽ കലാമിൻ്റെ പുസ്തകമാണ് ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 7 സ്റ്റെപ്സ് ടു ഇന്ത്യൻ റെമിനിസൻസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പുസ്തകമാണ്. അതെന്തിനാണ് എഴുതിയത്, എങ്ങനെയാണ് എഴുതിയതെന്നുള്ളതിന് പ്രത്യേകിച്ച് വലിയ പക്ഷെ സാധാരണ ഒരെണ്ണത്തിന് നമുക്കറിയത്തില്ല അത് എവിടെ നിന്ന് തുടങ്ങി എന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് പോകേണ്ടി വരും. ഇത് അദ്ദേഹത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് അതെങ്ങനെയാണ് എഴുതിയത്, അത് എന്തുകൊണ്ടാണ്, എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ അതിൻ്റെ പ്രചോദനം എന്നൊക്കെ. അത് മലയാളത്തിൽ അസാധ്യതയിലെ സാധ്യത എന്ന പേര് DC ബുക്സ് കമ്പനി വിവർത്തനം ചെയ്തിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നല്ല ബുക്കാണ്. പക്ഷേ എല്ലാവരും അബ്ദുൽ കലാം എന്ന് പറയുമ്പോൾ അഗ്നിച്ചിറകുകൾ, അതിൻ്റെ പ്രത്യേക പതിപ്പ്, ജ്വലിക്കുന്ന മനസ്സ്, ഇങ്ങനെ ഇത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജീവിതയാത്ര. എനിക്ക് തോന്നുന്നു ഈ സ്ക്വയറിങ് ദ സർക്കിൾ എന്നുള്ളത് അത്രയ്ക്കേറെ അഗ്നിച്ചിറകുകൾ പോലെ ആരും വായിച്ച് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ വായിക്കേണ്ട ബുക്കാണ് കേട്ടോ. മലയാളമാണേലും ഇംഗ്ലീഷ് ആണേലും ഗംഭീര ബുക്കാണ്. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇതിൻ്റെ പ്രചോദനം വന്നതെന്ന്. അത് ഇന്ത്യയുടെ പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ 2007 അദ്ദേഹം ഗ്രീസിലേക്ക് ഒരു സന്ദർശനം നടത്തി. അവിടെ ഏതൻസിലെ എക്രോപോളിസിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴാണ് സോക്രട്ടീസ് എന്ന മഹാത്മാവ് തടവിലാക്കപ്പെട്ട സ്ഥലം അദ്ദേഹം കണ്ടത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് അവിടെ ഒന്ന് കാണണം, ഫിലിപ്പോപ്പസ് മലയിലെ ഗുഹയിൽ കാണണമെന്ന് പറഞ്ഞു. ദെൻ ഹി വാക്ക്ഡ് ഓൾ ദ വേ, നടന്ന് അവിടെ ചെന്ന് ആ ഗുഹ കണ്ടപ്പോൾ പെട്ടെന്നൊരു വല്ലാത്ത അനുഭൂതി അദ്ദേഹത്തെ വന്ന് പൊതിഞ്ഞത്രേ. പെട്ടെന്ന് ഒരുപാട് ചോദ്യമൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നു. അദ്ദേഹം ഓർക്കായിരുന്നു സോക്രട്ടീസ് മരണത്തെ കൈവരിച്ചത്. എല്ലാവരും പറഞ്ഞു സോറി, അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ തെറ്റാണെന്ന് പറയൂ, രക്ഷപ്പെടൂ എന്ന് പറഞ്ഞിട്ട് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം അനുയായികളുടെ ഇടയ്ക്ക് നിന്ന് വിഷക്കോപ്പം മോന്തി മരിച്ച ആ നിമിഷം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നു. പെട്ടെന്ന് അദ്ദേഹം ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രജ്ഞയിൽ ഒരു ഇടിമിന്നൽ, ഒരു ലൈറ്റ്നിങ് വന്ന പോലെ വന്നു. ആ മിന്നൽ വന്നപ്പോഴേക്കാണ് അദ്ദേഹത്തിന് ഒരുപാട് ചിന്ത വന്നിട്ട് അവിടെ എല്ലാം പ്രകാശം പരക്കുന്നത് പോലെ ഒരു അനുഭൂതി തന്നെ അദ്ദേഹത്തിന് വന്നു. അപ്പോൾ അദ്ദേഹം അതേക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് 3 മുഖങ്ങൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. ഒന്ന് സോക്രട്ടീസ്, ഒന്ന് ഏബ്രഹാം ലിങ്കൺ. അദ്ദേഹം പറഞ്ഞത് ഈ പ്രപഞ്ചത്തിൽ വേറെ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യൻ്റെ അടിമയാകേണ്ടതില്ല, ആകുക എന്നതല്ല എന്ന് പറഞ്ഞ ഏബ്രഹാം ലിങ്കണെ കുറിച്ച് അദ്ദേഹത്തിനെ കണ്ട പോലെ തോന്നി. അതുപോലെ ഈ ഭൂമിയിലെ എല്ലാത്തരം അക്രമവും നിർമ്മാർജ്ജനം ചെയ്യട്ടെ, സമാധാനമുണ്ടാവട്ടെ എന്ന് പറയുന്ന മഹാത്മാഗാന്ധിയെ അദ്ദേഹത്തിന് പെട്ടെന്ന് കാണാൻ പറ്റി. എല്ലാ മനുഷ്യ നിയമങ്ങൾക്കും അപ്പുറമാണ് സത്യം എന്ന് പറഞ്ഞ ഗലീലിയോയെക്കുറിച്ച് അദ്ദേഹത്തിന് ചിന്ത വന്നു. അപ്പോൾ അവർ 4 പേരെയും കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹം തന്നെ പറയാണ്, അദ്ദേഹത്തിന് അവർ ഓരോരുത്തരും സംസാരിക്കുന്നത് പോലെ തോന്നിയത്രേ അബ്ദുൽ കലാമിനോട്. സോക്രട്ടീസ് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇത്രയും വർഷം 2500 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഈ ഗുഹ അല്ലെ എൻ്റെ ഈ ജയില് നിങ്ങൾ കാണാൻ വന്നത് ദിവ്യമായൊരു നിമിഷമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഭൂഗോളത്തിലെ വിജ്ഞാനം തേടുന്ന ആളല്ലേ, അപ്പോൾ അത് നിങ്ങൾ തേടുക തന്നെ വേണം. ഞങ്ങൾ 4 പേരും ജീവിതത്തിൻ്റെ അന്തസ്സിനും മഹത്വത്തിനും വേണ്ടി ആത്മാവിനെ ബലി കൊടുത്തവരാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ചിന്താരീതി നിയന്ത്രിതവും പരിമിതവുമാക്കപ്പെട്ടതും പറഞ്ഞുറപ്പിക്കാതാക്കാതിരുന്നാലേ മനുഷ്യകുലത്തിൻ്റെ വളർച്ചയും ചിന്താ സ്വാതന്ത്ര്യവും സാധ്യമാകൂ. ചിന്തിക്കൽ എന്നത് സർവ്വലൗകികമായ പ്രതിഭാസമാകേണ്ടതുണ്ടെന്ന്. എബ്രഹാം ലിങ്കൺ പറഞ്ഞു, ഭൂലോകത്തിലെ മിക്കയിടത്തും ഇപ്പോഴും ജനങ്ങൾ ദരിദ്രരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമാണ്. അവരെ കൂടി കൂട്ടിയാലേ വികസനം ഉണ്ടാവുമെന്ന് ഗലീലിയോ പറയുന്നതായി തോന്നി. ഭൂമി സൂര്യനെ ചുറ്റുകയാണെന്ന യാഥാർത്ഥ്യം ഉൾപ്പെടെ നിരവധി പ്രാപഞ്ചിക സത്യങ്ങൾ ഞാൻ കണ്ടെത്തി. ശാസ്ത്രമാണ് മനുഷ്യകുലത്തിൻ്റെ മുമ്പിലുള്ള
ഏറ്റവും വലിയ മതസംഹിത എന്ന്. മഹാത്മാഗാന്ധി പറഞ്ഞത് എന്താ? ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഏത് ദുഷ്ടശക്തിയെയും ചെറുത്ത് തോൽപ്പിക്കാനുള്ള ശക്തി അഹിംസയാണ്. അതായത് തിരിച്ച് ദ്രോഹിച്ചുകൊണ്ടല്ല, നമുക്കല്ലാതെ തന്നെ അഹിംസയുടെ വഴിയിലൂടെ ഇതിനെ നേരിടാമെന്ന് സംഭവിച്ചു. ഈ 4 സന്ദേശങ്ങളിൽ നിന്നാണത്രേ അദ്ദേഹത്തിന് ഈ സ്ക്വയറിംഗ് ദ സർക്കിൾ എന്ന പുസ്തകം പിറന്നത്. അത് അദ്ദേഹത്തിനെ പോലെയുള്ള മഹത്വപ്പെട്ട വ്യക്തികൾക്ക് അങ്ങനെയൊക്കെ സംഭവിക്കും. ഇനി നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. ആ പുസ്തകം ഒന്ന് വായിക്കണം കേട്ടോ, ഗംഭീര പുസ്തകമാണ്. നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. നമ്മൾക്കും ഇങ്ങനെ എപ്പോഴൊക്കെയോ എന്തൊക്കെയോ വെളിപാടുകൾ, തോന്നലുകൾ ഒക്കെ ഉണ്ടാവാറില്ലേ? പക്ഷെ നമ്മളിപ്പോഴും ആ ഇരുണ്ട ഗുഹയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് മുമ്പിൽ വിഷക്കോപ്പയാണല്ലോ എന്നറിഞ്ഞത് തട്ടിയെറിഞ്ഞിട്ട് സുരക്ഷിതത്വത്തിൻ്റെ അസത്യം വിരിക്കുന്ന പാതയിലേക്ക് നമ്മൾ പോവാറില്ലേ? ഞാൻ പറയുന്നത് മനസ്സിലായോ? നമുക്ക് കുറേയും കൂടി സുഖം മറ്റേതാണല്ലോ എന്നറിഞ്ഞ് സത്യത്തെ നേരിടാതെ നമ്മൾ ഒളിച്ചോടുന്ന ആ നിമിഷങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. പക്ഷേ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ സത്യത്തെ നേരിടുകയും സത്യത്തെ തന്നെ പ്രപഞ്ചത്തിലേക്ക് പടർത്തുകയും ചെയ്യല്ലേ വേണ്ടത്. കുറച്ച് കട്ടിയുള്ള ചിന്തയാണ്, പക്ഷേ സ്ക്വയറിംഗ് ദ സർക്കിളൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും. ഈ ചിന്ത എന്നെ വിട്ടു പോകാതിരിക്കട്ടെ എന്നതാണ് ഇപ്പോൾ എൻ്റെ പ്രാർത്ഥന. ശുഭരാത്രി.